ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. തൃശൂർ നഗരത്തിൽ ഇടഞ്ഞോടിയ ആന മണിക്കൂറുകളോളം പരിഭ്രാന്തി പരത്തി. നിരവധി വാഹനങ്ങളും വീടുകളുടെ മതിലുകളും ആന തകർത്തു. കാർ യാത്രികയും ബൈക്ക് യാത്രികനും രക്ഷപ്പെട്ടത് തലനാരിഴക്കി. തൃശൂരിൽ ആനയിടഞ്ഞ സംഭവത്തിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. തൃശൂർ DFOയോടും സോഷ്യൽ ഫോറസ്ട്രി SF-നോടുമാണ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടത്. വീണ്ടും ഇരുട്ടടിയായി പെട്രോൾ ഡീസൽ വില വർധന. പെട്രോളിനും ഡീസലിനും ലിറ്ററിന് 91 പൈസ വരെ വർദ്ധിപ്പിച്ചു. 10 ദിവസത്തിനിടെ ഇന്ധനവില വർദ്ധിപ്പിക്കുന്നത് 3ാം തവണ. തൃശൂർ കോർപ്പറേഷന്റെ കുറുക്കഞ്ചേരി സോണൽ ഓഫീസിലെ മോഷണത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് LDF. മുൻ LDF ഭരണസമിതിയെ സംശയനിഴലിലാക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് ഡെപ്യൂട്ടി മേയറുടേതെന്ന് പ്രതിപക്ഷ നേതാവ് TR കിരൺ. വിഷുബമ്പർ 1ാം സമ്മാനം BB 135452 എന്ന ടിക്കറ്റിന്. കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശി പൊന്നനാണ് ബമ്പറടിച്ചത്. കുറുക്കഞ്ചേരി കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ പാലക്കലിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷം. റോഡ് നിർമ്മാണം പൂർത്തിയാക്കാൻ നൽകിയ സമയപരിധികളും ഉറപ്പുകളും പാഴ്വാക്കായി. ഉദ്ഘാടനം കഴിഞ്ഞ് 3 മാസം പിന്നിട്ടിട്ടും ഗുരുവായൂർ KSRTC ഡ്രൈവിംഗ് സ്കൂൾ കട്ടപ്പുറത്ത് തന്നെ. പരിശീലനത്തിനായി പണമടച്ചവർ ദുരിതത്തിൽ. വാർത്തകൾ വിശദമായി. തൃശൂർ നഗരത്തിൽ ഇടഞ്ഞോടിയ ആന മണിക്കൂറുകളോളം പരിഭ്രാന്തി പരത്തി. നിരവധി വാഹനങ്ങളും വീടുകളുടെ മതിലുകളും ആന തകർത്തു. ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് ആനയെ തളച്ചത്. കൊല്ലത്തു നിന്നും തൃശൂരിലേക്ക് ഉത്സവത്തിനെത്തിച്ച ശിവം ലക്ഷ്മി അയ്യപ്പൻ എന്ന ആനയാണ് ഇടഞ്ഞോടിയത്. ഇടഞ്ഞോടിയ ആന 3 കാറുകളും ഓട്ടോറിക്ഷയും ബൈക്കുകളും വീട്ടുമതിലുകളും ഗേറ്റുകളും ഉൾപ്പെടെ തകർത്തു. തൃശൂർ ടൗൺ ഹാളിന് മുന്നിലാണ് ആന ഇടഞ്ഞോടിയത്. ഓട്ടത്തിനിടെ ടൗൺ ഹാൾ പരിസരത്തുണ്ടായിരുന്ന കാറും ഓട്ടോറിക്ഷയും തകർത്തു. ചെമ്പൂക്കാവിൽ നിന്നും ഓടിയ ആന 2 കിലോമീറ്ററോളം ദൂരം പിന്നിട്ട് ചേറൂർ ഗാന്ധിനഗർ വരെ എത്തി. ഗാന്ധിനഗർ ഹൌസിംഗ് കോളനിയിലേക്ക് കടന്ന ആന ഹൌസിംഗ് കോളനിയിലെ ഇടവഴികളിലൂടെയും ഓടി. ഇതിനിടെ ഇരുചക്ര വാഹനങ്ങളും വീട്ടുമതിലുകളും ഗേറ്റുകളും തകർത്തു. ആന 2 മണിക്കൂറോളം ഹൌസിംഗ് കോളനിയിൽ പരിഭ്രാന്തി സൃഷ്ടിച്ചു. വീടുകളൊക്കെ 2-3 വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. നിരവധി വാഹനങ്ങൾ ഈ പ്രദേശത്ത് തന്നെ നശിപ്പിച്ചിട്ടുണ്ട്. ഇതാണ് അവിടെ സ്ഥിതി. പോലീസും എലിഫന്റ് സ്ക്വാഡും വനം വകുപ്പ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ സ്ഥലത്തെത്തി. ഏറെ നേരം പണിപ്പെട്ടാണ് പാപ്പാന്മാരും എലിഫന്റ് സ്ക്വാഡും ചേർന്ന് കാലിൽ ചങ്ങല കൊണ്ട് ബന്ധിച്ച് ആനയെ തളച്ചത്. ആനയുടെ മുഖത്ത് പരിക്കുണ്ട്. സംഭവം അറിഞ്ഞ് രാജൻ പല്ലൻ MLA, മേയർ നിജി ജസ്റ്റിൻ, DFO ജേക്കബ് തോമസ് തുടങ്ങിയവർ സ്ഥലത്തെത്തിയിരുന്നു. ഇടഞ്ഞ ആനയുടെ ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുന്നതിനിടെ 2 മാധ്യമ പ്രവർത്തകർക്ക് നേരെയും കയ്യേറ്റം നടന്നു. TCV ന്യൂസ്, തൃശൂർ. ആനയുടെ പരക്കം പാച്ചിലിൽ നടുങ്ങി നാട്ടുകാർ. ആനയുടെ മുന്നിൽപ്പെട്ട അമ്മയും മകളും ബൈക്ക് യാത്രികനും അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. 300ഓളം വീടുകളുള്ള പ്രദേശത്താണ് ആന ഭീതി സൃഷ്ടിച്ചത്. കണ്ണിൽ കണ്ട വാഹനങ്ങൾ തകർത്തോടിയ ആന 2 മണിക്കൂറോളം ഗാന്ധിനഗർ പ്രദേശവാസികളെ വിറപ്പിച്ചു. ടൗൺ ഹാൾ പരിസരത്ത് വാഹനങ്ങൾ തകർത്തോടിയ ആന ചേറൂർ റോഡ് വഴി ഗാന്ധിനഗറിലേക്ക് കടന്നതോടെയാണ് കൂടുതൽ അക്രമാസക്തനായത്. ഗാന്ധിനഗർ ഫസ്റ്റ് സ്ട്രീറ്റിലേക്ക് കടന്ന ആന വഴിയിൽ നിർത്തിയിട്ടിരുന്ന കാർ തകർത്തു. തുടർന്ന് മതിൽ തകർത്ത് ആളൊഴിഞ്ഞ പറമ്പിലൂടെ മറുഭാഗത്തേക്ക് കടക്കുകയായിരുന്നു. ഇതോടെ ആനയുടെ ഒപ്പം എത്താൻ പാപ്പാന്മാർ ഓട്ടോറിക്ഷയിൽ പിന്തുടർന്നു. ആനയുടെ മുന്നിൽപ്പെട്ട അമ്മയും മകളും ബൈക്ക് യാത്രികനും അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോഴപ്പോൾ പറയണത് ആന അത് വീണ്ടും തിരിച്ചു വരുന്നു പറഞ്ഞപ്പോൾ ഞാൻ ഇവിടെ വെച്ച് നോക്കുന്നത് എന്താ കാണണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് കടന്ന് അങ്ങോട്ട് കടന്നിട്ടുണ്ട്. നാട്ടുകാർ ബഹളം വെച്ച് ആനയുടെ ശ്രദ്ധ തിരിച്ചാണ് ആക്രമണത്തിൽ നിന്ന് ഇവരെ രക്ഷപ്പെടുത്തിയത്. ഒരു പറമ്പിൽ നിലയുറപ്പിച്ച ആനയെ തണുത്ത വെള്ളമൊഴിച്ച് ശാന്തമാക്കി.
ഇതിനിടെ നഗരത്തിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ നിന്നും കൂടുതൽ പോലീസ് എത്തി. എലിഫന്റ് സ്ക്വാഡെത്തി ആനയെ തളച്ചതോടെ മണിക്കൂറുകൾ നീണ്ട ഉദ്യോഗ നിമിഷങ്ങൾക്ക് പരിസമാപ്തിയായി. TCV ന്യൂസ്, തൃശൂർ. തൃശൂർ നഗരത്തിൽ ജനവാസ മേഖലയിൽ ആനയിടഞ്ഞ സംഭവത്തിന്റെ നടുക്കം മാറാതെ നാട്ടുകാർ. പരിഭ്രാന്തി പരത്തിയ നിമിഷങ്ങളും രക്ഷപ്പെടാനുള്ള ശ്രമങ്ങളും സംഭവസ്ഥലത്തുണ്ടായിരുന്നവർ TCVയോട് പങ്കുവച്ചു. ഏകദേശം ഒരു 10 മണിയോട് കൂടിയിട്ടാണ് അറിഞ്ഞത് ഇവിടെ ആന ഇറങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മുടെയൊക്കെ റോഡിൽ തന്നെയായിരുന്നു. അപ്പോൾ വീട് കയറിയിരിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വീടിനകത്ത് കയറിയിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഈ മതിൽ വീഴുന്ന സൗണ്ട് കേട്ടിട്ട് പിന്നെ ആന പുറകിലോട്ട് പോയി. പിന്നെ അതിന് ശേഷം ഞാൻ മുകളിൽ കയറി നോക്കിയപ്പോൾ പിന്നെ അവിടെ ബാക്കിലോട്ട് പോയി ഷീറ്റൊക്കെ നശിപ്പിച്ചു. ഫ്രണ്ടിലോട്ട് വന്നിട്ട് ഈ ഷീറ്റ് നശിപ്പിച്ച് ബൈക്ക് സൈക്കിളൊക്കെ നശിപ്പിച്ച്. ശരിക്കും ഇപ്പോൾ നാശനഷ്ടം ഉണ്ടായിരിക്കുന്നത് നമ്മുടെ ബൈക്കുണ്ട്, പിന്നെ പുറകിൽ വാഷിംഗ് മെഷീൻ, കട്ടിൽ, വാട്ടർ ടാങ്കുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പ്ലംബിങ് ചെയ്തൊക്കെ നശിപ്പിച്ചിട്ടുണ്ട്. ഷീറ്റൊക്കെ പുറകിലൊക്കെ നശിപ്പിച്ചിട്ടുണ്ട്. ഞാൻ വീടിനുള്ളിൽ പേടിച്ചുള്ള ഉള്ളിലേക്ക് പോയി. പിന്നെ പിന്നിൽ പോയി എന്ന് വിചാരിച്ചിട്ട് ഫ്രണ്ടിലേക്ക് വന്നു. അപ്പോഴേക്കും ഇവിടെ വലിയ ആനയാട്ടാ, ചെറുതൊന്നല്ല അത്. കൊച്ചെണ്ണ ഇടി വെട്ടുന്ന പോലെ സാധാരണ ഇടമല്ല, ഇതൊക്കെ വലിച്ചിടുമ്പോൾ ഇടി തലയിൽ വന്ന് വീഴുന്നത് പോലെയാണ്. അത്രയും വെച്ചാൽ ഭീകരമാണ് അന്തരീക്ഷം ഉണ്ടാക്കിയത്. ആ ഭാര്യയൊക്കെ നെഞ്ചിടിപ്പ് ഉണ്ടാക്കിയിട്ട് ആകെ വീടുന്നായി. അപ്പോൾ ഞാൻ ഇവിടെ വന്ന് നിന്നു. ആന ഇവിടെ വന്ന് നിന്നപ്പോൾ ഇതുണ്ടല്ലോ, ഇത് പിടിച്ച് വലിച്ചിട്ടു. പുറത്ത് നിന്ന് തുമ്പിക്കൊണ്ട് വലിച്ചിട്ട് അത് വീണു. അതിന് മുൻപ് തന്നെ ഇത് ഇവിടെയൊക്കെ നശിപ്പിച്ചിട്ട് ഇത് പുറത്ത് പോകാൻ വേണ്ടി ഇവിടെ വന്നെന്ന് തോന്നുന്നു. ആരോ എന്നിട്ട് അത് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇങ്ങനെ അതിൻ്റെ മുന്നിൽ നിന്നു. ഉടനെ അത് ഇടഞ്ഞപ്പോഴാണ് ഈ ഗേറ്റ് ഉണ്ടല്ലോ, ഇങ്ങനെ കേട്ടിട്ട് അവിടെ ഇട്ടപ്പോൾ ആ കാറിൽ കൊണ്ട് പിന്നിൽ ഡാമേജായി. ആന ഇടഞ്ഞോടിയ സംഭവം റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകർക്ക് നേരെ കയ്യേറ്റം. മനോരമ ഫോട്ടോഗ്രാഫർ വിഘ്നേഷ് കൃഷ്ണമൂർത്തി, കൗമുദി ഫോട്ടോഗ്രാഫർ റാഫി M. ദേവസി എന്നിവർക്ക് നേരെയാണ് കയ്യേറ്റ ശ്രമം നടന്നത്. ആനയുടെ പാപ്പാനും സാമൂഹ്യ വിരുദ്ധരും ചേർന്നാണ് മാധ്യമപ്രവർത്തകർക്ക് നേരെ കയ്യേറ്റം നടത്തിയതെന്ന് പരാതിയിൽ പറയുന്നു. ക്യാമറ പിടിച്ചുവാങ്ങി നശിപ്പിക്കാനും ശ്രമം നടന്നു. വിഘ്നേഷിന്റെ മുഖത്ത് പരിക്കുണ്ട്. മാധ്യമപ്രവർത്തകർക്ക് നേരെ നടന്ന കയ്യേറ്റത്തിൽ കേരള പത്രപ്രവർത്തക യൂണിയൻ ജില്ലാ കമ്മിറ്റി പ്രതിഷേധിച്ചു. അല്ല, അവിടെ നിന്ന് എന്റെ ക്യാമറ തട്ടിപ്പറിക്കാൻ നോക്കി. ഞാൻ കൊടുത്തില്ല. മുഖത്ത് തള്ളും അതിന്റെ ഇടയിൽ പുള്ളിയുടെ കൈ തട്ടിയത്. ശരിക്കും എന്നെ ഇടിച്ചേനെ, എന്തോ വായത്തിടിച്ചില്ല. ക്യാമറ തല്ലിപ്പൊളിക്കുന്ന പറഞ്ഞു. പിന്നെ ക്യാമറ വീട്ടുകാരെന്നോട് ഇറങ്ങി പോകാൻ പറഞ്ഞു. നമ്മൾ 2 പേരുണ്ടായിരുന്നു. കൗമുദിയിലെ ഫോട്ടോഗ്രാഫർ ഉണ്ടായിരുന്നു. പട്ടാപ്പകൽ നഗരത്തിലൂടെ ആന ഇടഞ്ഞോടിയിട്ടും പോലീസ് എത്താൻ വൈകിയതായി ആക്ഷേപം. പാലസ് റോഡിലൂടെയാണ് ആന ഓടിയത്. തൃശൂർ രാമനിലയം ഉൾപ്പെടുന്ന പ്രദേശം റെഡ് സോൺ മേഖലയാണ്. ഈ ഭാഗത്താണ് ഇടഞ്ഞോടിയ കൊമ്പൻ ആദ്യം വാഹനങ്ങൾ തകർത്തത്. ടൗൺഹാൾ വഴി രാമവർമ്മപുരം റോഡിലേക്ക് ആന കടന്നിട്ടും പോലീസിന്റെ ആദ്യ കൺട്രോൾ റൂം വാഹനം എത്തിയത് ഗാന്ധിനഗർ റെസിഡൻസ് ഏരിയയിലേക്ക് ആന കടന്ന ശേഷമാണ്. ഈ വാഹനത്തിൽ ആകെ ഉണ്ടായിരുന്നത് 3 പോലീസുകാർ മാത്രം. ഈ സമയം നിരവധി ആളുകളാണ് ആനയ്ക്കൊപ്പം ഉണ്ടായിരുന്നത്. നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന ചേറൂർ റോഡിലേക്ക് വാഹനങ്ങൾ കടത്തിവിടാതെ നിയന്ത്രിക്കാൻ പോലീസിനുമായില്ല. ഇതിനിടെ മാധ്യമപ്രവർത്തകർക്ക് നേരെ കയ്യേറ്റ ശ്രമം നടന്നു. ഇതോടെ മാധ്യമപ്രവർത്തകർ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരെ ബന്ധപ്പെട്ടപ്പോഴാണ് വിവിധ സ്റ്റേഷനുകളിൽ നിന്ന് കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ സംഭവസ്ഥലത്തെത്തി ആളുകളെ നിയന്ത്രിച്ചത്. സംഭവസ്ഥലത്തേക്ക് പോലീസ് എത്താൻ വൈകിയതിന് BJP നേതാവ് B. ഗോപാലകൃഷ്ണൻ വിമർശിച്ചു. തൃശൂരിൽ ആനയിടഞ്ഞതുമായി ബന്ധപ്പെട്ട് എത്രയും പെട്ടെന്ന് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ ഉത്തരവിട്ടു. തൃശൂർ DFOയ്ക്കും സോഷ്യൽ ഫോറസ്ട്രി ACFനോടുമാണ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. തഹസിൽദാർ, ദുരന്ത നിവാരണ ഡെപ്യൂട്ടി കളക്ടർ എന്നിവർ സ്ഥലത്തുണ്ടായിരുന്നു. ആന ഓടുന്നുണ്ടായിരുന്നതിനാൽ പെട്ടെന്ന് മയക്കുവെടി വയ്ക്കാനുള്ള സാഹചര്യം സാധ്യമല്ലായിരുന്നു. തഹസിൽദാർ, വില്ലേജ് ഓഫീസർ എന്നിവരോട് വാഹനങ്ങളുടെയും മറ്റ് വസ്തുക്കളുടെയും നഷ്ടം സംബന്ധിച്ച് പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുവാനുള്ള അടിയന്തര നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം സ്വദേശി ശിവദത്തിന്റേതാണ് ആന. ആനയെ ഇൻഷൂർ ചെയ്തിട്ടുണ്ട്. നാശനഷ്ടങ്ങൾ സംഭവിച്ച എല്ലാവർക്കും നഷ്ടപരിഹാരം കിട്ടുമെന്ന് ഉറപ്പുവരുത്തും. നിയമലംഘനങ്ങൾ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുടെയും സോഷ്യൽ ഫോറസ്ട്രി ACFന്റെയും റിപ്പോർട്ട് അനുസരിച്ച് നടപടി സ്വീകരിക്കും. സംഭവത്തെ തുടർന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായി ജില്ലാ കളക്ടർ അടിയന്തര യോഗം ചേർന്ന് റിപ്പോർട്ടുകൾ വേഗത്തിൽ സമർപ്പിക്കാൻ നിർദ്ദേശം നൽകി. ഇടവേള. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center.
ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുക്കുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. അറിഞ്ഞു, ടുലിപ്സിൽ സലൂൺ ചരിത്രം ഇന്ന് വരെ കാണാത്ത ക്യാഷ് പ്രൈസ് ഓണം. ചരിത്രത്തിൽ ആദ്യമായി പുരികം ത്രെഡ് ചെയ്യൂ, 100 Days ചലഞ്ചിൽ പങ്കെടുക്കൂ. നറുക്കെടുപ്പിലൂടെ ടുലിപ്സിൽ നിന്ന് നേടും. 1ാം സമ്മാനമായി 1 ലക്ഷം രൂപ, 2ാം സമ്മാനമായി 50,000 രൂപ, 3ാം സമ്മാനമായി 25,000 രൂപ, 4ാം സമ്മാനം 5 പേർക്ക് 10,000 രൂപ. അപ്പൊ എങ്ങനെയാ, സെറ്റ് അല്ലേ? ടുലിപ്സ് ഓണം, ക്യാഷ് പ്രൈസ് ഓണം. Tulips, every beauty solution under a single umbrella. പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ, കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. Discover la Vraico there, la crème de la fraîcheur. French Diary Ice Creams, a taste factory. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. Key OTT, 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT, one platform, 32 OTTs. വാർത്തയിലേക്ക്. പെട്രോൾ ഡീസൽ വില ശനിയാഴ്ച ലിറ്ററിന് 91 പൈസ വരെ വർദ്ധിപ്പിച്ചു. 10 ദിവസത്തിനിടെ ഉണ്ടാകുന്ന മൂന്നാമത്തെ വില വർധനയാണിത്. തിരുവനന്തപുരത്ത് 1 ലിറ്റർ പെട്രോളിന്റെ വില 112 രൂപ 60 പൈസയായി. ഡീസൽ വില 101 രൂപ കടന്നു. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് ക്രൂഡ് ഓയിൽ വില കുതിച്ചുയർന്നതാണ് വില വർദ്ധിപ്പിക്കാൻ കാരണം. മെയ് 15 മുതലാണ് വില വർധനയുടെ ഭാരം പൊതുമേഖലാ എണ്ണക്കമ്പനികൾ ഘട്ടം ഘട്ടമായി ഉപഭോക്താക്കളിലേക്ക് കൈമാറാൻ തുടങ്ങിയത്. മെയ് 15-ന് ലിറ്ററിന് 3 രൂപയും തുടർന്ന് മെയ് 19-ന് 90 പൈസയും വർദ്ധിപ്പിച്ചിരുന്നു. ഇതോടെ ആകെ ലിറ്ററിന് ഏകദേശം 5 രൂപയോളമാണ് വർദ്ധിച്ചത്. തൃശൂർ കോർപ്പറേഷന്റെ കുറുക്കഞ്ചേരി സോണൽ ഓഫീസിലെ മോഷണത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് LDF. മുൻ LDF ഭരണസമിതിയെ സംശയനിഴലാക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് ഡെപ്യൂട്ടി മേയറുടേതെന്ന് പ്രതിപക്ഷ നേതാവ് TR ഹിരൺ. വലിയാൽക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്ന സോണൽ ഓഫീസിൽ വെള്ളിയാഴ്ചയാണ് മോഷണം നടന്നത്. പിൻവാതിൽ തുറന്ന് അകത്ത് കടന്ന മോഷ്ടാവ് ആരോഗ്യ വിഭാഗം ഓഫീസിന്റെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന ഫയലുകൾ വാരി വലിച്ചിട്ട നിലയിലാണ്. ഇവ പരിശോധിച്ചതിന്റെ ലക്ഷണങ്ങളുമുണ്ട്. ഇതോടെയാണ് ഡെപ്യൂട്ടി മേയർ A പ്രസാദ് മുൻ ഭരണസമിതിയിലേക്ക് വിരൽ ചൂണ്ടുന്ന പരാമർശം നടത്തിയത്. ഇതിനെതിരെയാണ് പ്രതിപക്ഷം രംഗത്തെത്തിയത്. പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കുന്നതിന് മുൻപേ ഡെപ്യൂട്ടി മേയർ ഫയലുകൾ മോഷണം പോയിട്ടുണ്ടാകാമെന്ന് പറഞ്ഞത് സംശയങ്ങൾക്ക് ഊന്നൽ നൽകുന്നുവെന്നും ഇതിന്റെ മറവിൽ മറ്റ് സുപ്രധാന ഫയലുകൾ കടത്താനാണോ എന്ന ആശങ്കയുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് ഹിരൺ പറഞ്ഞു. കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഫയലുകൾ പരിശോധിക്കാനാണ് കള്ളം കയറിയത് എന്നാണ് ഡെപ്യൂട്ടി മേയർ ഇവിടെ വന്ന വശം തന്നെ ഒരു പ്രസ്താവന നടത്തിയിട്ടുള്ളത്. ഇവിടെ പോലീസ് പരിശോധനയോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോ ഇതുമായി ബന്ധപ്പെട്ട് പരിശോധന നടത്തുന്നതിന് മുമ്പ് ഡെപ്യൂട്ടി മേയർ ഇങ്ങനൊരു പ്രസ്താവന നടത്തുമ്പോൾ ഞങ്ങളുടെ ആശങ്ക എന്ന് പറയുന്നത് ഈ കള്ളനെ പറഞ്ഞു വിട്ടത് ഈ പറയുന്ന ഭരണസമിതിയോ അല്ലെങ്കിൽ ഡെപ്യൂട്ടി മേയർ ആണോ എന്നുള്ള സംശയമാണ് ഞങ്ങൾക്കുള്ളത്. ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് തങ്ങളുടെ വേണ്ടപ്പെട്ടവരുടെ ഫയലുകൾ കടത്താനുള്ള ശ്രമമാണോ ഇവിടെ നിന്ന് എന്നുള്ളൊരു ആശങ്കയാണ് ഞങ്ങൾക്കിവിടെയുള്ളത്. ഇതിനെ മറയാക്കുകയാണ് അവർ ചെയ്യുന്നത് എന്നൊരു ആശങ്കയാണ് ഞങ്ങളിവിടെ പങ്കുവയ്ക്കാനായിട്ടുള്ളത്. പ്രാഥമിക അന്വേഷണത്തിൽ ഫയലുകളൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് കണക്കാക്കുന്നത്. എന്നാൽ ഓഫീസിൽ സൂക്ഷിച്ചിരുന്ന 2000 രൂപ കാണാതായിട്ടുണ്ട്. ഓഫീസ് ലാപ്ടോപ്പ് പുറത്ത് ഉപേക്ഷിച്ച നിലയിലും കണ്ടെത്തിയിരുന്നു. മുൻവശത്തെ ഗ്രില്ലിന്റെ പൂട്ട് തല്ലിപ്പൊളിച്ച് തുറക്കാനും ശ്രമിച്ചിട്ടുണ്ട്. മോഷണത്തിന്റെ പശ്ചാത്തലത്തിൽ സോണൽ ഓഫീസുകളിൽ സുരക്ഷാ ക്യാമറകൾ സ്ഥാപിക്കണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. ഞങ്ങൾ ഉദ്യോഗസ്ഥരോട് സംസാരിച്ചപ്പോൾ ഫയലുകൾ നഷ്ടപ്പെട്ടതായി പ്രാഥമിക പരിശോധന ഇല്ല എന്ന് പറഞ്ഞത്. പക്ഷേ റവന്യൂ ഇൻസ്പെക്ടർ പറഞ്ഞത് കുറച്ചും കൂടി പരിശോധിക്കാനായിട്ടുണ്ട്. അത് പരിശോധിച്ചതിന് ശേഷം മാത്രമേ അതിനെ സംബന്ധിച്ച് കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കൂ. പോലീസുമായി ബന്ധപ്പെട്ടപ്പോൾ ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചത് ഇവിടുന്ന് 2000 രൂപയാണ് ഇവിടുന്ന് മോഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ്. മറ്റ് ഫയലുകളെ സംബന്ധിച്ച് ഒരു ധാരണ അവർക്കും ഇതുമായിട്ട് ഉണ്ടായിട്ടില്ല എന്നാണ് ഞങ്ങൾക്ക് അറിയാനായിട്ട് സാധിച്ചത്. കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം, കള്ളന്മാരെ വെളിച്ചത്ത് കൊണ്ടുവരണം എന്ന് തന്നെയാണ് പ്രതിപക്ഷത്തിന് പറയാനായിട്ടുള്ളത്. CCTV ക്യാമറകൾ സ്ഥാപിക്കേണ്ട അവസ്ഥയാണ് ഇനിയിപ്പോൾ വന്നു ചേരുന്നത്. കോർപ്പറേഷന്റെ പരിധിയിൽ വരുന്ന എല്ലാ സോണൽ ഓഫീസുകളിലും മെയിൻ ഓഫീസുകളിലും CCTV സ്ഥാപിക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ LDF കൗൺസിലർമാരായ ഷാജു കുണ്ടോളി, സൗമ്യ പ്രതീഷ്, MS സിജിത്ത്,
ML റോസി, ലിംന മനോജ്, P സുകുമാരൻ, സിന്ധു തൈക്കാടൻ, ഡോക്ടർ കീർത്തന കാർത്തികേയൻ എന്നിവർ സോണൽ ഓഫീസ് സന്ദർശിച്ചു. അതേസമയം കോർപ്പറേഷന്റെ പരാതിയിൽ നെടുപുഴ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തിവരികയാണ്. TCV തൃശൂർ. സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന്റെ വിഷു ബമ്പർ VB 135452 എന്ന ടിക്കറ്റിന് ലഭിച്ചു. കൊല്ലം കരുനാഗപ്പള്ളി ആനയടി സ്വദേശി പൊന്നനാണ് ബമ്പർ സമ്മാനത്തിന് അർഹനായത്. കരുനാഗപ്പള്ളിയിലെ അമ്മ ലോട്ടറി ഏജൻസിയിൽ നിന്നാണ് ടിക്കറ്റ് എടുത്തത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി തുടരുന്ന സാഹചര്യത്തിലാണ് ഭാഗ്യം കടാക്ഷിച്ചതെന്ന് പൊന്നനും കുടുംബവും പറയുന്നു. വർഷങ്ങളായി ലോട്ടറി വിറ്റാണ് പൊന്നനും കുടുംബവും ഉപജീവനം നടത്തുന്നത്. നേരത്തെ ലോട്ടറി കച്ചവടം നടത്തിയിരുന്ന പൊന്നനും ഭാര്യ രാധാമണിയും ആരോഗ്യ പ്രശ്നത്തെ തുടർന്ന് ഇപ്പോൾ ലോട്ടറി വിൽക്കുന്നില്ല. ശാരീരിക ബുദ്ധിമുട്ടുള്ള മകൻ വിനോദ് നടന്നാണ് ടിക്കറ്റ് വിൽക്കുന്നത്. ഇതേ നമ്പറുകൾ വരുന്ന മറ്റ് 5 പരമ്പരകൾക്ക് 1 ലക്ഷം രൂപ വീതം സമാശ്വാസ സമ്മാനം ലഭിക്കും. കുറുക്കഞ്ചേരി കൊടുങ്ങല്ലൂർ സംസ്ഥാന പാത പാലക്കലിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമാകുന്നു. റോഡ് നിർമ്മാണം പൂർത്തിയാക്കാൻ മുൻ സർക്കാർ നൽകിയ സമയപരിധികളും ഉറപ്പുകളും പാഴ്വാക്കായി. കണിമംഗലം പാലത്തിന് സമീപം റോഡ് തകർന്ന് കുണ്ടും കുഴിയുമായി കിടക്കുന്നതാണ് വാഹനക്കുരുക്കിന് കാരണമാകുന്നത്. ഗതാഗത തിരക്കേറിയ രാവിലെയും വൈകിട്ടുമാണ് കുരുക്ക് അതിരൂക്ഷമാകുന്നത്. സംസ്ഥാന പാതയിൽ ഇരിങ്ങാലക്കുട വരെ റോഡ് കോൺക്രീറ്റിംഗ് പൂർത്തിയായെങ്കിലും ഈ ഭാഗം മാത്രം 200 മീറ്ററോളം പുനർനിർമ്മിക്കാതെ ഒഴിച്ചിട്ടിരിക്കുകയാണ്. റോഡിന്റെ മറ്റ് ഭാഗങ്ങൾ ഇരുവശത്തും നടപ്പാത ടൈൽ പാകിയും ബോർഡർ ലൈനുകൾ വരച്ചും നിർമ്മാണം പൂർത്തിയായ സാഹചര്യത്തിൽ ഇവിടെ മാത്രം പുനർനിർമ്മിക്കാത്തത് വിചിത്രമാണെന്നാണ് ആക്ഷേപമുയരുന്നത്. സ്കൂളുകൾ തുറക്കുകയും മഴക്കാലം ശക്തമാവുകയും ചെയ്യുന്നതോടെ റോഡിലെ കുഴികളിൽ വെള്ളം നിറഞ്ഞ് ഗതാഗതം കൂടുതൽ ദുഷ്കരമാവുകയും കുരുക്ക് രൂക്ഷമാവുകയും ചെയ്യുമെന്ന് ഉറപ്പാണ്. റോഡ് പുനർനിർമ്മാണം തുടങ്ങിയിട്ട് വർഷങ്ങളായിട്ടും തുടരുന്ന ഈ ദുരവസ്ഥയ്ക്ക് പുതിയ സർക്കാർ ഇടപെട്ട് എത്രയും പെട്ടെന്ന് പരിഹാരമുണ്ടാക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. ഉദ്ഘാടനം കഴിഞ്ഞ് 3 മാസം പിന്നിട്ടിട്ടും ഗുരുവായൂർ KSRTC ഡ്രൈവിംഗ് സ്കൂൾ കട്ടപ്പുറത്ത് തന്നെ. പരിശീലനത്തിനായി പണമടച്ചവർ ദുരിതത്തിൽ. വലിയ അവകാശവാദങ്ങളുടെ കഴിഞ്ഞ ഫെബ്രുവരി 19 ഉദ്ഘാടനം ചെയ്ത ഗുരുവായൂർ KSRTC ഡ്രൈവിംഗ് പരിശീലന കേന്ദ്രമാണ് പൂർണ്ണമായും നിശ്ചലാവസ്ഥയിലായിരിക്കുന്നത്. ഉദ്ഘാടനം കഴിഞ്ഞ് മാസങ്ങൾ പിന്നിട്ടിട്ടും ഒരു വ്യക്തിക്ക് പോലും ഇവിടെ നിന്ന് പരിശീലനം നൽകാൻ KSRTCക്ക് കഴിഞ്ഞിട്ടില്ല. ഇതോടെ സംസ്ഥാനത്തെ KSRTCയുടെ 34ാമത് ഡ്രൈവിംഗ് സ്കൂൾ തുടക്കത്തിലെ കട്ടപ്പുറത്തായ അവസ്ഥയിലാണ്. നിലവിലെ KSRTC കെട്ടിടത്തിൽ 2 മുറികൾ ഓഫീസിനായി അനുവദിച്ചതൊഴിച്ചാൽ മറ്റ് യാതൊരു പുരോഗതിയും പദ്ധതിക്കില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ നടത്തിയ ധൃതി പിടിച്ചുള്ള ഉദ്ഘാടനമായിരുന്നു ഇതെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. ചാവക്കാട് നഗരസഭാ ഗ്രൗണ്ടാണ് ഡ്രൈവിംഗ് പരിശീലനത്തിനായി ആദ്യം നിശ്ചയിച്ചിരുന്നത്. എന്നാൽ ആവശ്യത്തിന് മുൻകരുതലുകളോ പഠനങ്ങളോ നടത്താതെയാണ് ഈ സ്ഥലം തെരഞ്ഞെടുത്തത്. ഒടുവിൽ സാങ്കേതിക പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ഇവിടെ പരിശീലനം നൽകാൻ കഴിയില്ലെന്ന് പറഞ്ഞ് അധികൃതർ കൈമലർത്തി. നിലവിൽ KSRTC ഡിപ്പോയിൽ തന്നെ സൗകര്യമൊരുക്കാമെന്ന് പറയുന്നുണ്ടെങ്കിലും ഇതിന്റെ ഔദ്യോഗിക നടപടിക്രമങ്ങൾ എങ്ങും എത്തിയിട്ടില്ല. ഉദ്ഘാടനത്തിന്റെ പിറ്റേന്ന് തന്നെ തിരുവനന്തപുരത്ത് നിന്ന് പരിശീലനത്തിനായുള്ള കാർ എത്തിക്കുമെന്നായിരുന്നു പ്രഖ്യാപനം. എന്നാൽ മാസങ്ങൾ കഴിഞ്ഞിട്ടും ഒരു വാഹനം പോലും ഗുരുവായൂർ ഡിപ്പോയിൽ എത്തിയിട്ടില്ല. ഇതിനിടെ KSRTC വിശ്വസിച്ച് ഇരുചക്രവാഹന ലൈസൻസിനായി 9 പേർ ഫീസ് അടച്ച് പേര് രജിസ്റ്റർ ചെയ്തിരുന്നു. എന്നാൽ 10 പേർ തികയാതെ പരിശീലനം ആരംഭിക്കാൻ കഴിയില്ലെന്നാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ നൽകുന്ന വിചിത്രമായ മറുപടി. പണമടച്ചവർക്ക് എന്നു മുതൽ പരിശീലനം തുടങ്ങാനാകുമെന്ന് പറയാൻ പോലും ഓഫീസിൽ ആളില്ല. KSRTCയുടെ കടുത്ത ജനദ്രോഹ നിലപാടിനെതിരെ ശക്തമായ ജനകീയ പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് പ്രദേശവാസികൾ. TCV ന്യൂസ്, ഗുരുവായൂർ. ഓസ്കാർ ജേതാവ് റസൂൽ പൂക്കുട്ടി ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെച്ചു. പുതിയ സർക്കാർ അധികാരത്തിൽ വന്ന പശ്ചാത്തലത്തിലാണ് രാജി. ചെയർമാൻ സ്ഥാനത്തേക്ക് നടന്മാരായ ജഗദീഷ്, സലിംകുമാർ, സംവിധായകൻ ദീപു കരുണാകരൻ എന്നിവരുടെ പേരുകളാണ് സർക്കാർ പരിഗണിക്കുന്നത്. സംവിധായകൻ രഞ്ജിത്ത് സ്ഥാനമൊഴിഞ്ഞ ശേഷം ചലച്ചിത്ര അക്കാദമി വൈസ് ചെയർമാനായിരുന്ന പ്രേംകുമാർ ആയിരുന്നു ആക്ടിംഗ് ചെയർമാൻ. ഇദ്ദേഹത്തെ മാറ്റിയാണ് 6 മാസം മുൻപ് റസൂൽ പൂക്കുട്ടിയെ നിയമിച്ചത്. ഷിപ്പിംഗ് മേഖലയിലെ പ്രതിസന്ധി വിലക്കയറ്റത്തിനിടയാക്കുമെന്ന് പ്രമുഖ ഷിപ്പിംഗ് കമ്പനിയായ ഏരീസ് ഗ്രൂപ്പിന്റെ മേധാവി ഡോക്ടർ സോഹൻ റോയ് തൃശൂരിൽ TCVയോട് സംസാരിക്കുകയായിരുന്നു സോഹൻ റോയ്. ഇത് ഒരു ആഗോള പ്രശ്നമാണ്. പക്ഷെ അത് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യാൻ പോകുന്ന കേരളത്തെ ആയിരിക്കും ഇനി. കാര്യം അതിൻ്റെ കാറ്റ് അവിടുന്ന് അടിച്ചു തുടങ്ങിയതേ ഉള്ളൂ, ഇവിടെ വരുന്നേ ഉള്ളൂ. കാര്യം കേരളത്തിൻ്റെ സമ്പദ്ഘടന മൊത്തം ഗൾഫിനെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. ആ ഗൾഫ് മുഴുവൻ സ്തംഭനാവസ്ഥയിലേക്ക് പോകുന്നൊരവസ്ഥയിൽ. കാര്യം ഒരുപാട് പേർക്ക് പ്രോബ്ലം ഉണ്ട് അവിടെ. അപ്പം അത് തീർച്ചയായിട്ടും എല്ലാവരുടെയും വരുമാനത്തെ ബാധിക്കും, തൊഴിലിനെ ബാധിക്കും, അവർ നാട്ടിലേക്ക് അയക്കുന്ന പണത്തിനെ ബാധിക്കും. അതുപോലെ ഇവിടെ ഒരു സ്തംഭനാവസ്ഥയിലേക്ക് പോകാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. പിന്നെ ആഗോളപരമായി പറഞ്ഞാൽ വേൾഡിലെ ഒരു 90% കാർഗോ മൂവ്മെൻറ്റ് നടക്കുന്ന കടലിലൂടെയാണ്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഏത് പ്രോഡക്റ്റിൻ്റെ പിന്നിലും ഒരു കപ്പലിൻ്റെ യാത്രയുണ്ട്.
ആ കപ്പലിലൂടെയുള്ള ചരക്ക് ഗതാഗതം നിലയ്ക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ കോസ്റ്റ് കൂടുകയോ ചെയ്യുമ്പം അതെല്ലാവരെയും ബാധിക്കും. അത് വിലക്കയറ്റം നമ്മൾ പ്രതീക്ഷിച്ചേ പറ്റത്തുള്ളൂ. സമയത്തിന് സാധനങ്ങൾ കിട്ടാതിരിക്കുക, ഏത് മാനുഫാക്ചറിങ്ങിലും ഒരു ഐറ്റം വരാതിരുന്നു കഴിഞ്ഞാൽ ആ പ്രോഡക്റ്റിൻ്റെ ഉൽപ്പാദനം നിൽക്കും. അത് തീർച്ചയായിട്ടും ഈ കാർഗോ മൂവ്മെൻറ്റ് ഉണ്ടായ പ്രശ്നം ഈ ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ തന്നെ അത് ബാധിച്ചു കഴിഞ്ഞു. എല്ലാ മേഖലയിലും ഇത് ബാധിക്കും. എത്ര കാലം നിലനിൽക്കുമെന്ന് ദൈവം തമ്പുരാന് പോലും അറിയില്ല. ഈ സംഘർഷാവസ്ഥ ഉടനെ അവസാനിച്ചാലും പ്രതിസന്ധി കുറച്ച് നാൾ കൂടി ഉണ്ടാവുമെന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും ഇത് ഒരുപക്ഷെ ചിലപ്പോൾ വർഷങ്ങളെടുക്കും. ഇത് ബാക്ക് ടു ഒരു എക്കോസിസ്റ്റം കൊളാപ്സ് ചെയ്യുന്നിടത്തു നിന്ന് തിരിച്ചു വരണമെങ്കിൽ ചിലപ്പോൾ വർഷങ്ങളെടുത്തുന്നിരിക്കും. കാര്യം എല്ലാവരും പലരും തൊഴിൽ വിട്ട് പോകുന്ന അവസ്ഥയുണ്ടാവും. മറ്റു തൊഴിലിലേക്ക് പോകും, പിന്നെ അവരെ തിരിച്ചു കൊണ്ടുവരിക പൂർണ്ണസ്ഥിതിയിലേക്ക് പഴയതുപോലെ വരണമെങ്കിൽ സമയമെടുക്കും. എരീസ് ഗ്രൂപ്പിന്റെ അധിപതിയായ ശ്രീ സോഹൻ റോയ് ഷിപ്പിംഗ് മേഖലയുൾപ്പെടെ അന്തർദേശീയ തലത്തിൽ വ്യാപാരം നടത്തുന്ന ഒരു വ്യക്തിയാണ് വർഷങ്ങളോളമായി. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നത് വളരെ ആശങ്കയോടുകൂടി തന്നെ നമ്മൾ കാണുകയും വേണം. ഈ വിലക്കയറ്റം വരുന്ന നാളുകളിൽ കേരളത്തെ ഉൾപ്പെടെ പ്രത്യേകിച്ച് കേരളത്തെ ബാധിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. TCVക്ക് വേണ്ടി ക്യാമറമാൻ പ്രവീണോടൊപ്പം മുകേഷ് ലാൽ. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഓ ഈ സാറന്നെ ഫുള്ളി നാച്ചുറലാ? ആടാ ഫുള്ളി നാച്ചുറലാ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ, ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ, അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ, കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE ഈ നാടിന്റെ ധൈര്യം. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. നേടൂ 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി EV കാർ, മറ്റനവധി സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ അല്ലെങ്കിൽ റിന്യൂ ചെയ്യൂ. നേടൂ നിരവധി ആകർഷകമായ സമ്മാനങ്ങൾ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. വാർത്തയിലേക്ക്. മഹാതരംഗത്തിലും തെരഞ്ഞെടുപ്പിൽ ജില്ലയിൽ കോൺഗ്രസിന് സീറ്റ് കുറഞ്ഞത് UDF ജില്ലാ നേതൃത്വം പരിശോധിക്കണമെന്ന് ബെന്നി ബെഹന്നാൻ MP. UDF MLA-മാർക്ക് തൃശൂർ DCC ഓഫീസിൽ നൽകിയ സ്വീകരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലയിലെ സംഘടനാ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കണം. ജില്ലയിലെ തെരഞ്ഞെടുപ്പിലെ പരാജയം പ്രവർത്തകരുടെ അഭാവം കൊണ്ടല്ലെന്നും ബെന്നി ബെഹന്നാൻ പറഞ്ഞു. DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് അധ്യക്ഷത വഹിച്ചു. യുവജനക്ഷേമ വകുപ്പ് മന്ത്രി OJ ജനീഷ്, MLA-മാരായ രാജൻ ജെ പല്ലൻ, തോമസ് ഉണ്ണിയാടൻ എന്നിവർക്കാണ് സ്വീകരണം നൽകിയത്. കല്ലൂർ മാവിൻചുവടിൽ ഓട്ട് കമ്പനിയിൽ ടിപ്പർ ലോറി മറിഞ്ഞ് തൊഴിലാളി മരിച്ചു. കല്ലൂർ പള്ളം വെണ്ടൂരുത്താൻ വീട്ടിൽ 53 വയസ്സുള്ള സത്യനാണ് മരിച്ചത്. വെള്ളിയാഴ്ച രാത്രിയാണ് 40 അടിയോളം താഴ്ചയിലേക്ക് മറിഞ്ഞ ടിപ്പർ ലോറിയുടെ അടിയിൽപ്പെട്ട സത്യനെ കണ്ടത്. ഉടൻ തന്നെ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. കമ്പനിയിൽ നിർത്തിയിട്ട ടിപ്പർ ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. കമ്പനിയിലെ തൊഴിലാളിയായ സത്യൻ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തേണ്ട സമയമായിട്ടും കാണാതായതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് അപകടത്തിൽപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. അപകട കാരണം വ്യക്തമല്ല. ചാവക്കാട് എടക്കഴിയൂർ ടെലിഫോൺ എക്സ്ചേഞ്ചിന് സമീപം സ്കൂട്ടറും കാറും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. മലപ്പുറം പാലപ്പെട്ടി തെക്കേപ്പുറത്ത് ഷാനവാസിന്റെ ഭാര്യ 40 വയസ്സുള്ള മുംതാസാണ് മരിച്ചത്. സ്കൂട്ടർ ഓടിച്ചിരുന്ന മകൻ ഷാൽബിൻ പരിക്കുകളോടെ ചികിത്സയിലാണ്. ബ്ലാങ്ങാടുള്ള സഹോദരന്റെ വീട്ടിൽ പോയി പാലപ്പെട്ടിയിലേക്ക് മടങ്ങുന്നതിനിടെയായിരുന്നു അപകടം. ചേലക്കര അന്തിമഹാകാളൻകാവ് ബസ് സ്റ്റോപ്പിന് സമീപം നിയന്ത്രണം വിട്ട ടാക്സി വാഹനമിടിച്ച് ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വയോധിക മരിച്ചു. ഇരിപ്പിക്കൽ വീട്ടിൽ ബീവാത്തുമ്മയാണ് മരിച്ചത്. 79 വയസ്സായിരുന്നു. റോഡ് മുറിച്ചു കടക്കുമ്പോഴാണ് ബീവാത്തുമ്മയ്ക്ക് അപകടം സംഭവിച്ചത്. ഉടനെ നാട്ടുകാർ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ചെറുതുരുത്തിയിൽ മൃതദേഹവുമായി പോയിരുന്ന ആംബുലൻസും എതിരെ വന്നിരുന്ന കാറും കൂട്ടിയിടിച്ച അപകടം. ഇടിയുടെ ആഘാതത്തിൽ കാറും ആംബുലൻസും ഭാഗികമായി തകർന്നു. അപകടത്തെ തുടർന്ന് മണിക്കൂറുകളോളം സംസ്ഥാന പാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. മന്ത്രിയായി ചുമതലയേറ്റ ശേഷം OJ ജനീഷ് ലീഡർ K കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. ഡെപ്യൂട്ടി മേയർ A പ്രസാദ്, സുനിൽ അന്തിക്കാട്, K ഗിരീഷ് കുമാർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു.
ലഹരി മാഫിയയെ നിയന്ത്രിക്കാൻ ഓപ്പറേഷൻ തൂഫാൻ ദ നർക്കോ ഹണ്ട് എന്ന പദ്ധതിക്ക് രൂപം നൽകിയതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പോലീസ് സ്റ്റേഷനുകൾ ജനസേവന കേന്ദ്രങ്ങളാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ആഭ്യന്തരമന്ത്രി. 484 പോലീസ് സ്റ്റേഷനുകളിലും സമൂലമായ മാറ്റം വരുത്തും. സ്റ്റേഷനുകളുടെ ചുമതല SI-മാർക്ക് നൽകുന്നത് സംബന്ധിച്ച് പഠിക്കാൻ സമിതിയെ നിയോഗിച്ചു. കെട്ടിക്കിടക്കുന്ന വാഹനങ്ങൾ നീക്കാൻ നടപടി സ്വീകരിക്കും. പോലീസ് ട്രെയിനിംഗ് സിലബസ് പരിഷ്കരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. സൈബർ ക്രൈം തടയാൻ നടപടിയുണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ചൂട് ചായയും നാടൻ കടികളുമായി 44 വർഷം പിന്നിടുകയാണ് കോൾപ്പാടം പശ്ചാത്തല ഭംഗി പകരുന്ന ശിവരാമേട്ടന്റെ ചായക്കട. ചേനം തരിശുപടവിനോട് ചേർന്ന് തല ഉയർത്തി നിൽക്കുന്ന ഈ ചായക്കട സമൂഹമാധ്യമങ്ങളുടെ ഇഷ്ടതാരമാണ്. വയസ്സ് 71 കഴിഞ്ഞിട്ടും പ്രായമത്ര തോന്നിക്കാത്ത ഊർജ്ജസ്വലനായ ശിവരാമേട്ടനാണ് പേര് കേട്ട ഈ ചായക്കടയുടെ അമരക്കാരൻ. ശിവരാമേട്ടനും ഭാര്യ പത്നി ചേച്ചിയും ഉണ്ടാക്കുന്ന ചായയും കടികളും പ്രിയമുള്ളവരേറെയാണ്. വീട്ടിൽ നിന്നെത്തി പുലർച്ചെ 5 മണിയോടെ ചായ ഇട്ടു തുടങ്ങും ശിവരാമേട്ടൻ. പത്നി ചേച്ചിയും സഹായത്തിനുണ്ടാകും. വെളിച്ചം പരക്കുന്നതോടെ പ്രാതലിനുള്ള ദോശയും വെള്ളയപ്പവും റെഡിയാകും. ഒപ്പം സാമ്പാറും ചട്നിയും. അവലോസുണ്ട, പപ്പടവട, പരിപ്പുവട, ഉഴുന്നുവട, ഉള്ളിവട, പഴംപൊരി തുടങ്ങിയവയാണ് സാധാരണയായി ഇവിടുത്തെ വിഭവങ്ങൾ. രാവിലെ എത്തുന്നവരിലേറെയും നാട്ടുകാരാണ്. ചായക്കടയുടെ പിന്നിൽ അതിവിശാലമായ ചേനം തരിശുപടവാണ്. കൃഷിക്കാരും തൊഴിലാളികളുമായി കൊയ്ത്തു കഴിയും വരെ കടയിൽ പൊതുവെ തിരക്കാവും. ഏത് കാലാവസ്ഥയിലും ഇവിടെ വന്നിരുന്ന് ചായയും കടിയും കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരേറെയാണ്. എല്ലാ വർഷവും മഴക്കാലത്ത് പരിസരം വെള്ളത്തിൽ മുങ്ങുന്നതിനാൽ 2.5 മാസത്തോളം ചായക്കട അടച്ചിടേണ്ടി വരും. മക്കളായ അഭിലാഷിനെയും അജീഷിനെയും നല്ല നിലയിലെത്തിക്കാൻ ഇവിടെ നിന്നുള്ള വരുമാനമാണ് ശിവരാമേട്ടനെ സഹായിച്ചത്. ഇപ്പോൾ ചായക്കടയും പശ്ചാത്തല ചാരുതയും കണ്ടും കേട്ടുമറിഞ്ഞ് ദൂരദിക്കുകളിൽ നിന്ന് പോലും ആളുകൾ എത്താറുണ്ട്. ഇളങ്കാറ്റിൽ പടിഞ്ഞാറൻ പാടപ്പരപ്പിന്റെ ചാരുത നുകർന്ന് ചായയും നാടൻ പലഹാരങ്ങളും ആസ്വദിക്കാനെത്തുന്നവർക്ക് ഗൃഹാതുരത്വം ഉണർത്തുന്ന ഇടമായി മാറിയിരിക്കുകയാണ് ഈ ചായക്കടയും പരിസരവും. ആതിഥേയനായ ശിവരാമേട്ടൻ. TCV തൃശ്ശൂർ. ഗുരുവായൂരിലെ തറവാട്ടു വീട്ടിൽ വിരുന്നെത്തിയ വീട്ടമ്മയ്ക്ക് പാമ്പുകടിയേറ്റു. കുന്നംകുളം കിഴൂർ മൂലായിൽ പരേതനായ വിജയന്റെ ഭാര്യ ചാരുപടിക്കൽ രമയ്ക്കാണ് അണലിയുടെ കടിയേറ്റത്. തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച രമ അപകടനില തരണം ചെയ്തതായി ആശുപത്രി അധികൃതർ അറിയിച്ചു. ധനകാര്യ വ്യാപാര രംഗത്ത് 47 വർഷത്തെ സേവന പാരമ്പര്യവുമായി മുന്നേറുന്ന PGN ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് സംഘടിപ്പിച്ച വാർഷിക പഠനോപകരണ കിറ്റ് വിതരണ പരിപാടി തിരൂർ ഹെഡ് ഓഫീസിൽ നടന്നു. ഫാദർ പോൾ പിണ്ടിയാൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. PGN ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് MD ആൽബ്രിൻ ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു. വടക്കാഞ്ചേരി നിയോജകമണ്ഡലം MLA സേവ്യർ ചിറ്റിലപ്പള്ളി മുഖ്യാതിഥിയായി. തിരൂർ സെന്റ് തോമസ് LP സ്കൂളിലെ തിരഞ്ഞെടുത്ത വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ കിറ്റുകൾ വിതരണം ചെയ്തു. കോലഴി പഞ്ചായത്ത് പ്രസിഡന്റ് NA സാബു, മുളങ്കുന്നത്തുകാവ് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സിന്ധു അജയകുമാർ, TV ജോസ്, മേഴ്സി ടീച്ചർ, CA ഫ്രാൻസിസ് തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു. മല്ലിക മണികണ്ഠൻ നന്ദി പറഞ്ഞു. 47 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ഒരു സ്ഥാപനമാണ്. വിദ്യാർത്ഥികൾക്കായിട്ടൊരു സഹായം അത്രയാണ് നമ്മൾ ഉദ്ദേശിച്ചത്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന തിരഞ്ഞെടുത്ത കുട്ടികൾക്കാണ് നമ്മളിതിപ്പോൾ നടത്തുന്നത്. ഇതിപ്പോൾ 2ാം വർഷമായി നമ്മളിത് നടത്തി വരുന്നു. തുടർന്നും നടത്തണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അതിന് എല്ലാവരുടെ സഹകരണവും ഞങ്ങൾ നാട്ടുകാരെയും എല്ലാവരും സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. PGN ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ ഡയറക്ടേഴ്സ്, ഷെയർ ഹോൾഡേഴ്സ്, സ്റ്റാഫ് എന്നിവരും സെന്റ് തോമസ് സ്കൂളിലെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു. സംസ്ഥാന കാർഷിക യന്ത്രവൽക്കരണ മിഷന്റെ നേതൃത്വത്തിൽ പാലക്കാട്, തൃശൂർ, മലപ്പുറം, എറണാകുളം ജില്ലകളിലെ കൃഷിശ്രീ കേന്ദ്രങ്ങൾ, കാർഷിക സേവന കേന്ദ്രങ്ങൾ, കാർഷിക കർമ്മസേനകൾ എന്നിവയിൽ നിന്നും തെരഞ്ഞെടുത്ത 20 സേവനദായകർക്ക് നെല്ല് കൊയ്ത്ത് മെതിയന്ത്ര അറ്റകുറ്റപ്പണിയിൽ 30 ദിവസത്തെ നൈപുണ്യ പരിശീലനം നൽകി. പരിശീലനം പൂർത്തിയാക്കിയവർക്ക് കാർഷിക സർവകലാശാല ഗവേഷണ വിഭാഗത്തിലെ ഡോക്ടർ KN അനിത് സർട്ടിഫിക്കറ്റ് നൽകി. കാർഷിക സർവകലാശാല സ്റ്റുഡൻസ് വെൽഫെയർ ഡയറക്ടർ ഡോക്ടർ A ലത ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ U ജയകുമാരൻ, K ഷിലി, ഡോക്ടർ സുമ നായർ തുടങ്ങിയവർ സംസാരിച്ചു.
തൃശൂർ ലിറ്റററി ഫോറത്തിന്റെയും ചേറൂർ സാഹിതി സാംസ്കാരിക കേന്ദ്രത്തിന്റെയും ആഭിമുഖ്യത്തിൽ അക്ഷരീയം സാംസ്കാരിക സംഗമവും പുരസ്കാര സമർപ്പണവും നടന്നു. കേരള സാഹിത്യ അക്കാദമിയിൽ നടന്ന അക്ഷരീയം സാംസ്കാരിക സംഗമം ഡോക്ടർ സോഹൻ റോയ് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ലിറ്റററി ഫോറം പ്രസിഡന്റ് കെ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. പ്രഭാവർമ്മ മുഖ്യാതിഥിയായിരുന്നു. ഡോക്ടർ എസ് കെ വസന്തൻ, എം ഡി രാജേന്ദ്രൻ, ജയരാജ് വാര്യർ, ഡോക്ടർ സരസ്വതി ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. പുരസ്കാര സമർപ്പണവും നടന്നു. യൂസഫ് അലി കേച്ചേരി പുരസ്കാരം പ്രഭാവർമ്മയും, സി പി പോൾ ചുങ്കത്ത് സ്മാരക സാഹിത്യ പുരസ്കാരം സി എസ് ചന്ദ്രികയും, ജി കെ പള്ളത്ത് സാഹിത്യ പുരസ്കാരം റഫീഖ് അഹമ്മദും, ടി വി കൊച്ചുബാവ സ്മാരക പ്രവാസി സാഹിത്യ പുരസ്കാരം സിജു ജേക്കബും, കെ പി ബാലചന്ദ്രൻ സ്മാരക സമഗ്ര സംഭാവന പുരസ്കാരം ബാബു വെളപ്പായിയും, സാഹിത്യസാഹിതി രാവ് പുരസ്കാരം എ പി നാരായണൻകുട്ടി, സുകുമാർ വി പൂങ്കുന്നം എന്നിവരും ഏറ്റുവാങ്ങി. തുടർന്ന് വായനശാലയുടെ മരണം, വെളിച്ചത്തിനെത്തുന്ന വെളിച്ചം, പെയ്തിറങ്ങുന്ന മഴമേഘങ്ങൾ എന്നീ പുസ്തകങ്ങളുടെ പ്രകാശനവും നടന്നു. കേരള കലാമണ്ഡലത്തിലെ കഥകളി അധ്യാപകനെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കലാമണ്ഡലത്തിലെ കഥകളി വേഷം തെക്കൻ വിഭാഗം അധ്യാപകൻ 45 വയസ്സുള്ള ഹരി ആർ നായരെയാണ് പാഞ്ഞാളിലെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പാഞ്ഞാൾ സ്കൂളിലെ അധ്യാപികയായ ഭാര്യ വൈകിട്ട് വീട്ടിലെത്തിയപ്പോഴാണ് ഹരിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. ചെറുതുരുത്തി പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. മരണകാരണം വ്യക്തമല്ല. പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഇനി വാണിജ്യം. ജപ്പാൻ ഷോട്ടോക്കാൻ കരാട്ടെ അസോസിയേഷന്റെ 10ാമത് ഇന്റർനാഷണൽ കരാട്ടെ ട്രെയിനിംഗ് സെമിനാർ കോടന്നൂർ JB ടവർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബാസസ്കാം കരാട്ടെ അക്കാദമിയിൽ നടന്നു. ബാസ്റ്റ്കാം അക്കാദമി ഇൻസ്ട്രക്ടറും JSKA ഇന്റർനാഷണൽ കേരള സ്റ്റേറ്റ് പ്രസിഡന്റുമായ സൈമൺ ദേവസിയുടെ അധ്യക്ഷതയിൽ JSKA വേൾഡ് ചീഫ് ഇൻസ്ട്രക്ടർ ഷുയേസ്കി ഷിഹാൻ നഗാക്കി മിസ്തുറു സെമിനാർ നയിച്ചു. JSKA ജപ്പാൻ ഹെഡ് ക്വാർട്ടേഴ്സ് ഇൻസ്ട്രക്ടർ സെൻസി മയൂമി ഷിന്യ, JSKA ഇന്റർനാഷണൽ ചീഫ് ഇൻസ്ട്രക്ടർ ഷിഹാൻ KG, ബാലചന്ദ്രൻ തുടങ്ങിയവർ സെമിനാറിന്റെ ഭാഗമായി. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 200ഓളം കരാട്ടെ വിദ്യാർത്ഥികളും അധ്യാപകരും സെമിനാറിൽ പങ്കെടുത്തു. ബാസസ്കാം കരാട്ടെ അക്കാദമിയിൽ ജൂൺ 6 മുതൽ പുതിയ ബാച്ചുകൾ ആരംഭിക്കുമെന്നും കട്ട, കുമീത്തെ, നഞ്ചക് തുടങ്ങിയവയിൽ പ്രത്യേക പരിശീലനം നൽകുമെന്നും ഇൻസ്ട്രക്ടർ സൈമൺ ദേവസി അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 8330547771. ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,580 രൂപ, പവന് 1,16,640 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. തൃശൂർ നഗരത്തിൽ ഇടഞ്ഞോടിയ ആന മണിക്കൂറുകളോളം പരിഭ്രാന്തി പരത്തി. നിരവധി വാഹനങ്ങളും വീടുകളുടെ മതിലുകളും ആന തകർത്തു. കാർ യാത്രികയും ബൈക്ക് യാത്രികനും രക്ഷപ്പെട്ടത് തലനാരിഴക്കി. തൃശൂരിൽ ആനയിടഞ്ഞ സംഭവത്തിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. തൃശൂർ DFOയോടും സോഷ്യൽ ഫോറസ്ട്രി SFനോടുമാണ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടത്. വീണ്ടും ഇരുട്ടടിയായി പെട്രോൾ ഡീസൽ വില വർധന. പെട്രോളിനും ഡീസലിനും ലിറ്ററിന് 91 പൈസ വരെ വർദ്ധിപ്പിച്ചു. 10 ദിവസത്തിനിടെ ഇന്ധനവില വർദ്ധിപ്പിക്കുന്നത് 3ാം തവണ. തൃശൂർ കോർപ്പറേഷന്റെ കുറുക്കഞ്ചേരി സോണൽ ഓഫീസിലെ മോഷണത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് LDF. മുൻ LDF ഭരണസമിതിയെ സംശയനിഴലിലാക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് ഡെപ്യൂട്ടി മേയറുടേതെന്ന് പ്രതിപക്ഷ നേതാവ് TR ഹിരൺ. വിഷു ബമ്പർ 1ാം സമ്മാനം VB 135452 എന്ന ടിക്കറ്റിന്. കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശി പൊന്നനാണ് ബമ്പർ അടിച്ചത്.
കുറുക്കഞ്ചേരി കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ പാലക്കലിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷം. റോഡ് നിർമ്മാണം പൂർത്തിയാക്കാൻ നൽകിയ സമയപരിധികളും ഉറപ്പുകളും പാഴ്വാക്കായി. ഉദ്ഘാടനം കഴിഞ്ഞ് 3 മാസം പിന്നിട്ടിട്ടും ഗുരുവായൂർ KSRTC ഡ്രൈവിംഗ് സ്കൂൾ കട്ടപ്പുറത്ത് തന്നെ. പരിശീലനത്തിനായി പണമടച്ചവർ ദുരിതത്തിൽ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.